ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 7-ാം തിരുവചനം. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. പ്രൈസ് ദി ലോർഡ്. ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ പ്രീതിപ്പെടുത്തിയോ ദൈവത്തെ സംപ്രീതനാക്കാനോ സാധിക്കുകയില്ല. കാരണം പാപാവസ്ഥയിലാണ് ആ വ്യക്തി കഴിയുന്നത്. ജഡത്തിൻ്റെ വ്യാപാരങ്ങളിലാണ്, ജഡിക സുഖങ്ങളിലാണ് ജീവിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ശത്രുവാണ്. അവർ പിശാചിൻ്റെ അടിമത്തത്തിലാണ് ജീവിക്കുന്നത്. മദ്യപാനം, മയക്കുമരുന്ന്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾക്ക് അടുത്ത തിരുവചനത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി വ്യക്തമാകാം. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തി അവരുടെ മേൽ കുറ്റം ആരോപിക്കുന്നവരായിരിക്കും. കാരണം നമ്മുടെ സ്വയം കുറ്റങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ കുറ്റങ്ങൾ പറഞ്ഞ് നടക്കുന്ന വ്യക്തികളെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. അവർ ഏറ്റവും വലിയ പാപാവസ്ഥയിൽ കഴിയുന്നവരാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്നത്. കാരണം അവനവൻ്റെ കുറ്റങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ജഡികമായ പാപാവസ്ഥയിലായിരിക്കും. അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും കുറ്റം പറയുന്നതും സഭാധികാരികളെ ആയിരിക്കും. മെത്രാന്മാരെയും അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും അവരുടെ കുറവുകൾ എടുത്തു വെച്ച് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കും. കേൾക്കാൻ മറ്റുള്ളവർക്ക് ഭയങ്കര സുഖമാണ്. കാരണം ഈ കേൾക്കുന്നവരാരാണ്? അവരും ജഡത്തിൻ്റെ ഭാവാവസ്ഥയിൽ കഴിയുന്നവർക്ക് ഇത് കേൾക്കാൻ കഴിയുള്ളൂ. ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ച്, ഒരു ആത്മീയ വ്യക്തിയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ജഡികമായ കാര്യങ്ങൾ പറയുന്നത് കേട്ട് രസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല അവർ ആ സ്ഥലത്ത് നിന്നൊന്നില്ല എസ്കേപ്പ് ആവും. കർത്താവ് തന്നെ പല സ്ഥലങ്ങളിലും വിട്ടുപോകുന്നുണ്ട്. അവരുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല. അവരിലേക്ക് ദൈവത്തിൻ്റെ ഒരു ഇടപെടലും സംഭവിക്കാൻ പോകുന്നുമില്ല. അവർ അന്ധകാരത്തിൽ കഴിയുന്നവരാണ്. പ്രകാശം കണ്ടിട്ടും അവർ അന്ധകാരത്തെ സ്നേഹിച്ച് അന്ധകാരത്തിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവർ ഒരു വിമോചനത്തിലേക്ക് വരണമെങ്കിൽ അവർ തന്നെ വിചാരിക്കണം. സൃഷ്ടിച്ച ദൈവത്തിന് പോലും അവരെ രക്ഷയിലേക്ക് നയിക്കാൻ പറ്റില്ല. കാരണം അവനവൻ വിചാരിച്ചാൽ മാത്രമേ രക്ഷയിലേക്ക് കടന്നു വരാൻ പറ്റുകയുള്ളൂ. ഒരു തിരുവചന ഭാഗം കൂടെ നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 5-ാം അധ്യായത്തിൽ 19-ും 20 തിരുവചനങ്ങൾ. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു തലത്തിൽ നമ്മൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ പിശാചിൻ്റെ അടിമത്തത്തിലാണ്. ആ വ്യക്തിക്ക് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു പള്ളിയിൽ പോകുന്നവരായിരിക്കും, കുർബാന സ്വീകരിക്കുന്നവരായിരിക്കും, ഇതെല്ലാം കാണിക്കുന്നവരായിരിക്കും. പക്ഷേ ഇവിടെ ഒന്നും ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ അന്ധകാരത്തിലേക്ക് തന്നെ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു പാപാവസ്ഥയിൽ ജീവിച്ചുകൊണ്ട് അതിലൊരു വിശുദ്ധീകരണം നടക്കാതെ ഈ പാപാവസ്ഥയിൽ തന്നെ തുടർന്നുകൊണ്ടാണ് ഇതിനെല്ലാം പോകുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ മോശമായി തീരുകയാണ്. നമ്മൾ ഒരിക്കലും രക്ഷയിലേക്ക് കടന്നു വരികയല്ല. അവിടെയെല്ലാം ഒരു വിശുദ്ധീകരണം നടന്നാൽ മാത്രമേ നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അതിനൊരു കുമ്പസാരം എന്ന കൂദാശയിലൂടെ കടന്നു പോകണം, വിശുദ്ധീകരിക്കപ്പെടണം. ഇതൊക്കെ ഒരു ബുദ്ധിയുടെ തലത്തിലേക്ക് എടുക്കുന്നത് കൊണ്ട് ബുദ്ധിയുടെ തലത്തിൽ അന്ധകാരം കയറി വ്യാപിച്ചിരിക്കുകയാണ്. അവിടെയെല്ലാം നമ്മൾ സറണ്ടറായി, കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ സറണ്ടറായി മാത്രമേ ഞാനും നിങ്ങളുമെല്ലാം രക്ഷയുടെ അനുഭവം അനുഭവിക്കുകയുള്ളൂ. ആ ഒരു നിത്യജീവനിലേക്ക് കടന്നു പോവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. അല്ല ഈ ലോകത്തിൽ എത്ര കാലം ജീവിക്കും? എന്തുമാത്രം സമ്പാദിച്ചാലും ഇതുമെല്ലാം കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അന്നേപ്പത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കാനാണ് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ അതാണോ ചിന്തിക്കുന്നത്? അല്ല, വെട്ടിപ്പിടിക്കാൻ. മറ്റുള്ളവൻ്റെ വീട്ടിൽ അങ്ങനെ നടക്കുന്നു, ഇവൻ്റെ വീട്ടിൽ ഇങ്ങനെ നടക്കുന്നു, അപ്പോൾ അതിനേക്കാളും വലുതായിട്ട് കാണിക്കണം. പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടുള്ള ജീവിതമല്ലേ ആ ഒരു അവസ്ഥയിൽ ജീവിച്ച് ഒരു നാൾ പട്ടിയും പൂച്ചയും ഒക്കെ ചാകുന്നത് പോലെ ചത്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നു വരാം. നിത്യജീവനിലേക്ക് നമുക്ക് തന്നെ അധ്വാനിച്ച് നമുക്ക് നിത്യജീവൻ നേടാനായിട്ടുള്ള
എല്ലാവിധ വഴികളിലൂടെയും കടന്നു പോകാം. അങ്ങനെ നമ്മൾ കൂദാശകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. കുമ്പസാരം, വിശുദ്ധ കുർബാന, ഇതിലേക്ക് തന്നെ നമ്മൾ കൂടുതൽ കേന്ദ്രീകരിക്കുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സർവ്വശക്തനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സ്നേഹം നിങ്ങളെ പൊതിഞ്ഞു പിടിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.